എൻ്റെ പൊന്നുമച്ചന്മാരെ, നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്തെ ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഞാനും മാളൂട്ടി മോനും കൂടെ രാത്രി 7 മണിക്കാണ് അമ്പലത്തിൽ പോയത്. ചെന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായി. ഒരു രക്ഷയില്ല. ആറ്റുകാൽ അമ്മയെ ഒരു നോക്ക് കണ്ട് അനുഗ്രഹം മേടിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ദേവീ ഭക്തരാണ് ക്യൂ നിൽക്കുന്നത്. ചെന്നപ്പോൾ തന്നെ ആറ്റുകാൽ അമ്മയെ കണ്ട് തൊഴാമെന്നാണ് വിചാരിച്ച്. പക്ഷേ അവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ വിചാരിച്ചു കുറച്ചൊന്ന് തിരക്ക് മാറിയിട്ട് തൊഴാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെയെല്ലാം കറങ്ങി കണ്ടു. എന്തു പറയാനാ, കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വന്നതിലും ഇരട്ടിയായി തിരക്ക്. എന്നാലും ഒന്നും നോക്കിയില്ല, ആറ്റുകാൽ അമ്മയെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ക്യൂവിൽ നിന്നു. അമ്പലത്തിലെ ആ മനോഹര കാഴ്ചകളൊക്കെ പറയാനാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിനെ കൊണ്ടൊന്നും ഒപ്പിയെടുക്കാൻ പറ്റത്തില്ല. അമ്മാതിരാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ പോകുന്നവരെല്ലാം നമ്മുടെ പേഴ്സും അതുപോലെ സ്വർണ്ണാഭരണങ്ങളൊക്കെ സൂക്ഷിക്കുക. ഒരുപാട് പോലീസൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ മാക്സിമം കെയർ ചെയ്യുക. പിന്നെ നാരങ്ങ വിളക്കൊക്കെ ഒരുപാട് ഭക്തർ വന്ന് കത്തിക്കുന്നുണ്ട്. നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് വിളക്കെട്ടൊക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ വിളക്കെട്ടൊക്കെ വന്ന് ആറ്റുകാൽ അമ്മയുടെ തിരുനടയിൽ വന്ന് ആ കളിക്കുന്നതൊക്കെ എന്ത് രസമാണെന്നറിയാം ഗൈസ്. ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു ഗൈസ്. അങ്ങനെ ഒരു 3/4 മണിക്കൂറോളം ക്യൂവിൽ നിന്നു. ആറ്റുകാൽ അമ്മച്ചിയെ നല്ല രീതിയിൽ കണ്ടു, മനമുരുകി പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം കിട്ടി. അതിനുശേഷം നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങിയപ്പോഴാണെങ്കിലോ അവിടെ മൊത്തം നമ്മുടെ ഈ വിളക്ക് കെട്ടില്ലേ, വിളക്ക് കെട്ടൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്ന സെൽഫി എടുക്കാനൊക്കെ നല്ല തിരക്കായിരുന്നു. ഈ നിൽക്കുന്ന ക്യൂ ഇല്ലേ, ആറ്റുകാൽ അമ്മയെ കാണാൻ വേണ്ടി നിൽക്കുന്നതാണ്. നമ്മൾ ഭാഗ്യത്തിന് കയറിയെന്ന് വേണം പറയാൻ കേട്ടോ. നമ്മൾ ഇറങ്ങിയതിന് ശേഷം നല്ല ക്യൂ ആയിരുന്നു. പിന്നെ ഇപ്പോൾ അമ്പലം കുറച്ചുകൂടെയൊക്കെ പുരോഗമനമൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആ ഗ്രൗണ്ടൊക്കെ ആയിരുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ക്യൂവിലൊക്കെ നിന്ന് തളർന്നു വരുന്നവർക്ക് കുടിക്കാൻ വേണ്ടി ക്ഷേത്ര ഭാരവാഹികൾ ഔഷധ വെള്ളം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചട്ടമ്പി സ്വാമി ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് നേരെ നടന്ന് ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി പോയി. ക്ഷേത്രത്തിന് പുറത്താണെങ്കിൽ ഒരുപാട് ഫുഡ് കോർട്ടുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ചൂട് ചായയും മുളക് ബജിയും അതുപോലെ തന്നെ കോളിഫ്ലവറൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കടയിലുണ്ട് ഗൈസ്. ഇത് മാത്രമല്ല ഗൈസ്, ഒരുപാട് ടോയ് ഷോപ്പുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീം കുടിക്കാൻ വേണ്ടിയുള്ള കടകളും ഒരുപാട് അവിടെയുണ്ട്. പിന്നെ കൊച്ചു കുട്ടികളൊക്കെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നതും അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതായ ഹൈഡ്രജൻ ബലൂണൊക്കെ അവിടെ കിട്ടുന്നതാണ്. പല പല വെറൈറ്റി ഹൈഡ്രജൻ ബലൂണുകൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. പിന്നെ കുറച്ച് സ്റ്റേജൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പല സ്റ്റേജിലും പല പ്രോഗ്രാംസാണ് ഒരേ സമയം നടക്കുന്നത്. നമ്മൾ ചെന്ന സമയത്ത് ഒരു സ്റ്റേജിൽ മോഹിനിയാട്ടമായിരുന്നു, വേറെ സ്റ്റേജിൽ കുറച്ച് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് പ്രോഗ്രാമായിരുന്നു. നമ്മൾ പിന്നെ ആ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് പ്രോഗ്രാമാണ് കണ്ടത്. ഒരു രക്ഷയിലായിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നു. എൻ്റെ പൊന്നു മച്ചന്മാരെ, അവിടെ നിന്ന് സമയം പോണ അറിയത്തേയില്ല. ഞാൻ നോക്കിയപ്പോൾ മണി 12ആയി. വീട്ടിൽ പോകാൻ ഒരു പൊടി പോലും മനസ്സില്ല. പിന്നെ നാളെ കുഞ്ഞിന് സ്കൂളിൽ പോകണം, അതുപോലെ എനിക്ക് ജോലിക്ക് പോകണം. പിന്നെ വേറെ നോക്കിയില്ല. അവിടെ നോക്കിയപ്പോൾ മോനും വൈഫിനും ചോളം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചോളമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവിടെ നമ്മൾ ചോളമൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. ആറ്റുകാൽ അമ്മയുടെ നടയിൽ വന്ന് അമ്മയെ കൺകുളിർക്കെ കണ്ട് തൊഴാനുള്ള ഭാഗ്യം തന്നതിലും പിന്നെ അവിടുത്തെ മനോഹര കാഴ്ചകൾ കാണാനുള്ള ഭാഗ്യം കിട്ടിയതിലും ഏറ്റവും വലിയ സന്തോഷമുണ്ട്. എത്ര തന്നെ പറഞ്ഞാലും തീർത്താ സന്തോഷമുണ്ട്. പുതിയൊരു വീഡിയോയും പുതിയൊരു സ്പോട്ടുമായി കാണും വരെ ട്രിവാൻഡ്രം മീശ സൈനിങ് ഓഫ്.